തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണങ്ങൾക്ക് അവസാനം കുറിച്ചുകൊണ്ട് നിലമ്പൂരിൽ കൊട്ടിക്കലാശം. നിലമ്പൂർ ടൗൺ കേന്ദ്രീകരിച്ചാണ് കൊട്ടിക്കലാശം നടന്നത്. നഗരത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മുന്നണികൾക്കായി പോലീസ് വേർതിരിച്ച് നൽകിയിരുന്നു. വൈകിട്ട് 6 മണിയോടെ കൊട്ടിക്കലാശം സമാപിച്ചു. ഇസ്രയേലിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുമെതിരെ വിമർശനവുമായി CPIM ജനറൽ സെക്രട്ടറി MA ബേബി. ഇസ്രയേൽ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദ രാഷ്ട്രമാണ്. ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു ലോക ഗുണ്ടയും ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിന്റെ അമ്മാവനുമാണ്. ഇരുവരും യുദ്ധത്തെ ബിസിനസ്സായാണ് കൊണ്ടുനടക്കുന്നതെന്നും MA ബേബി പറഞ്ഞു. മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസിൽ പ്രതികളായ പോലീസുകാർ പിടിയിൽ. പോലീസ് ഡ്രൈവർമാരായ ഷൈജിത്ത്, സനിത് എന്നിവരാണ് പിടിയിലായത്. താമരശ്ശേരിയിലെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നാണ് ഇരുവരും പിടിയിലായത്. കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയ നേതാവിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയ്ക്കിടയിൽ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് സനിത് രക്ഷപ്പെട്ടിരുന്നു. തുടർന്ന് വീട്ടുടമയെ ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇരുവരും പിടിയിലായത്. ചാരുമൂട് പന്നിക്കണിയിൽ വീണ് കർഷകൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ അയൽവാസിയായ കോൺഗ്രസ് പ്രാദേശിക നേതാവ് കസ്റ്റഡിയിൽ. സംഭവത്തിൽ ചാരുംവിള ജോൺസണെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ജോൺസന്റെ പറമ്പിൽ സ്ഥാപിച്ച പന്നിക്കണിയിൽ നിന്നാണ് കർഷകന് ഷോക്കേറ്റത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തിയാണ് നിലവിൽ ജോൺസനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. KCBയുടെ പരാതി കൂടി ലഭിച്ച ശേഷം ഇയാൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചേർക്കും. കേരള സർവകലാശാലയ്ക്ക് മുമ്പിൽ ഗവർണർക്കെതിരെ SFI പ്രതിഷേധം. ഞങ്ങൾക്ക് വേണ്ടത് ചാൻസലറെയാണ്, ഗാന്ധി ഘാതകനായ സവർക്കറെയല്ല എന്നെഴുതിയ ബാനർ കെട്ടിയായിരുന്നു പ്രതിഷേധം. തുടർന്ന് പോലീസ് ബാനർ മാറ്റുകയും വിദ്യാർത്ഥികളെ നീക്കുകയും ചെയ്തു. ഇരുവരും തമ്മിൽ ചെറിയ ഉന്തും തള്ളുമുണ്ടായി. പിന്നീട് അംബേദ്കറുടെയും മഹാത്മാഗാന്ധിയുടെയും ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ച് SFI പ്രവർത്തകർ പ്രതിഷേധിച്ചു. നിലമ്പൂരിൽ വാഹന പരിശോധനയ്ക്കിടെ ഷാഫി പറമ്പിൽ MPയും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും ഉദ്യോഗസ്ഥർക്കെതിരെ ഭീഷണിപ്പെടുത്തിയത് പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജില്ലാ കളക്ടറിൽ നിന്നും അടിയന്തര റിപ്പോർട്ട് തേടി. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കറാണ് റിപ്പോർട്ട് തേടിയത്. കണ്ണൂർ സ്വദേശി AM ഹമീദ് കൂടി നൽകിയ പരാതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ കൊല്ലപ്പെട്ട പത്തനംതിട്ട സ്വദേശി രഞ്ജിതയെ അധിക്ഷേപിച്ച സർക്കാർ ഉദ്യോഗസ്ഥൻ A പവിത്രനെതിരെ കടുത്ത ശിക്ഷാ നടപടിക്ക് നിർദ്ദേശം നൽകി മന്ത്രി K രാജൻ. ലാൻഡ് റവന്യൂ കമ്മീഷണർക്കാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. നടപടിയുടെ ഭാഗമായി പവിത്രന് മെമ്മോ നൽകും. മെമ്മോയ്ക്ക് മറുപടി ലഭിച്ച ശേഷം മറ്റു നടപടികളിലേക്ക് കടക്കും. കമൽഹാസൻ ചിത്രം തഗ് ലൈഫ് കർണാടകയിൽ പ്രദർശിപ്പിക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവ്. കാണാൻ താല്പര്യമില്ലാത്തവർ കാണേണ്ടതില്ലെന്നും നിയമവാഴ്ചയുള്ള രാജ്യത്ത് സിനിമ പ്രദർശിപ്പിക്കാൻ പൗരന് അവകാശമുണ്ടെന്നും സുപ്രീം കോടതി പറഞ്ഞു. ഗാസ മുനമ്പിൽ ഭക്ഷണം ഉൾപ്പെടെയുള്ള സഹായവുമായി എത്തുന്ന ട്രക്കുകൾക്കായി കാത്തുനിന്ന 45 പലസ്തീനികൾ ഇസ്രായേൽ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. നിരവധി പേർക്ക് പരിക്കേറ്റതായും ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു.